തരൂര് കീഴടങ്ങിയോ? സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും മുന്നിൽ ശിരസ് നമിച്ച് നിൽക്കേണ്ടി വന്നിട്ട് ആ അവസ്ഥയിലാണോ തരൂര്? തരൂർ അങ്ങനൊന്നും കീഴടങ്ങില്ല. അയാൾ കീഴടങ്ങും, അങ്ങേർക്ക് ഗുണമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ. ഇപ്പം കീഴടങ്ങിയാൽ ഇല്ലത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാതും തൊട്ട് എത്തിയില്ല എന്ന അവസ്ഥ. BJP അയാൾ ഇതുവരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. BJP ആണല്ലോ റിസോർട്ട്. ഇനി BJP വിശ്വാസത്തിലെടുത്താൽ അയാൾക്ക് വേണ്ടത് ക്യാബിനറ്റ് മിനിസ്റ്റർ വിദേശകാര്യമാണ്. അത് ജയശങ്കർ നന്നായി ചെയ്യുന്നുണ്ട്. ജയശങ്കറിന് ഇയാളെപ്പോലുള്ള ഗ്ലാമറൊന്നുമില്ല, പക്ഷെ ജയശങ്കർ ജോലി എടുക്കാൻ കൊടുക്കാനാണ്, ഒന്ന് മോഡിക്ക് അറിയാം. പിന്നെ ഇയാളെപ്പോലുള്ള ഈ പറയുന്നതിനെ മാതിരി ചാടിക്കളിക്കുന്ന സ്വഭാവമില്ല. അയാൾ പണ്ടേ അയാളെ ഫാമിലി ഒരു RSS അനുഭാവികളുടെ കുടുംബമാണ്. പക്ഷെ നല്ലൊരു ഡിപ്ലോമാറ്റ്, നല്ലൊരു ഓഫീസറാണ്. മോഡി ഈസ് ഹാപ്പി വിത്ത് യു. അപ്പോൾ ഇയാൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനി ശശി തരൂർ ഇല്ലെങ്കിൽ BJP വല്ലതും സംഭവിക്കുകയില്ല. ശശി തരൂർ ഉണ്ടെങ്കിൽ BJPക്ക് വല്ലതും പറ്റുമോ? ചിലപ്പം പറ്റും. അതായത് മോഡി ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ലൈനിൽ കൊണ്ടുപോകുന്നുണ്ട്. ശശി തരൂരിന് പല ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആൾ വന്നു കഴിയുമ്പോൾ പല സ്ഥലത്തും ആ കണക്ഷൻ്റെ ഒക്കെ പുറത്ത് ആ കാർക്കശ്യം ചിലപ്പോൾ കൈവിടേണ്ടതായിട്ട് വരും. പലത്തിലാണ് BJP ഗുണം ചെയ്യുള്ളൂ. അതുകൊണ്ട് BJPക്കാർ ഇത് അടുപ്പിച്ചിട്ടില്ല. പിന്നെ BJP ഇങ്ങനെയുള്ള ആളുകളെ പൊതുവെ അടുപ്പിക്കാൻ അവരൊരു ക്രൈസിസ് നിൽക്കുമ്പോഴാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ക്രൈസിസ് ഒന്നുമില്ല. ഇനി ശശി തരൂർ വിളിച്ചാൽ കോൺഗ്രസിൽ നിന്ന് എത്ര MP വരും? അത് വേറൊരു ചോദ്യമാണ്. അങ്ങനെ ശശി തരൂരിനെ നമ്പാൻ പറ്റില്ല അവർക്ക് എല്ലാവർക്കും അറിയാം. ശശി തരൂരിന് സ്വന്തം കാര്യമുള്ളൂ. എല്ലാ കാലത്തും ശശി തരൂർ സ്വന്തം കാര്യമുള്ളൂ. മുമ്പ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിനെയൊക്കെ കുറ്റം വന്ന് നടന്ന ആളാണ്. പിന്നെ അയാൾ തന്നെ വന്ന് കോൺഗ്രസ് ചേർന്നു. കോൺഗ്രസിന് ഏറ്റവും വലിയൊരു കുഴപ്പം ഇതാണ്, ജനാധിപത്യമൊക്കെ വേണം, പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യണം. ഇതിൽ നല്ല എത്ര സിവിൽ സർവൻസിന് അവർക്ക് കിട്ടും. ആ നട്വർ സിംഗൊക്കെ ഇയാളെക്കാൾ എത്ര ഭേദമായിരുന്നു. നട്വർ സിംഗ് ഉണ്ടായിരുന്നു, അയാൾ ആൻ്റണീനെ പിന്നെ പ്രതിരോധ മന്ത്രിയാക്കിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് പോയതാണ്. അപ്പം ഇനിയിപ്പോൾ CPM വന്നിട്ട് എന്ത് ചെയ്യാനാണ്? മുരളീധരൻ NCP പോയതുപോലെ ഇപ്പോൾ ഇയാൾ ഉൾക്കൊള്ളാനും ശേഷിയൊന്നും CPM ഇല്ല. ഈ CPM ഇയാൾ ഉൾക്കൊള്ളാണ് ഇയാൾക്ക് കേരള മുഖ്യമന്ത്രിയാക്കണം. CPM എന്താ വട്ടുണ്ട് ഇയാൾ വിളിച്ച് കേരള മുഖ്യമന്ത്രിയാക്കാൻ? ഇന്ന് യോഗ്യരായ ഗോവിന്ദ മാഷും റിയാസും അങ്ങനെ ഒത്തിരി ആളുകൾ അവിടെ കിടക്കുന്നു. അപ്പോൾ അതും നടക്കുകയല്ല. അപ്പോൾ തൽക്കാലം ഒന്നും അല്ലാതാവും എന്ന് തോന്നിയപ്പോൾ ഇപ്പം ചുരുങ്ങി കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, MP ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രിവിലേജ് എങ്കിലും കിട്ടും. ഈ പ്രിവിലേജ് ഇല്ലാതായി പോയാലോ? പണ്ട് ഉമ്മൻചാണ്ടി സാറ് അന്ന് മുഖ്യമന്ത്രി, അദ്ദേഹം പിണറായിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന സമയത്ത് ഒരു പോലീസിനും കാലും കഴിച്ച് നിന്നോന്നുണ്ടോ? ഫോട്ടോ വന്നിരുന്നു. ഉമ്മൻചാണ്ടി സാർ ആ സമയത്ത് സെർവിങ് ചീഫ് മിനിസ്റ്ററാണ്. 1 മണിക്കൂർ കഴിഞ്ഞാലാണ് പിണറായി സ്ഥാനം എടുക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം പിണറായിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോവുകയാണ്. പോലീസുകാരെ ബാരിക്കേഡിൻ്റെ മുകളിൽ കാലും വെച്ചുകൊണ്ടിരിക്കും. ഈ ഉമ്മൻചാണ്ടി സാർ ആയതുകൊണ്ട് ആക്ഷനൊന്നും എടുത്തില്ല. വേറെ ഏതെങ്കിലും ആൾ ഇപ്പോഴത്തെ ഇവിടുത്തെ അല്ല മുങ്കന്മാരാണെങ്കിൽ അന്നാ പാഷൻ എടുക്കുകയാണ്. അത് സല്യൂട്ട് ചെയ്യേണ്ടതാണ്. കാലുമ്പോൾ കാല് വെച്ച് അഹങ്കാരി അല്ല. അങ്ങനെ അഹങ്കാരമുള്ള ആളാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഉമ്മൻചാണ്ടി സാർ പവറിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എതിർക്കണം. അങ്ങനെ ഉമ്മൻചാണ്ടി സാർ പവറിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർക്കാൻ ധൈര്യം കാണിച്ച് പോലീസ് ഓഫീസർമാരുണ്ട്. അപ്പോൾ ഇത്തരം അവസ്ഥകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കീഴടങ്ങിയതുപോലെയൊക്കെ അങ്ങനെ ഒരു ടോൺ പുറത്ത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അഭിനയിക്കുക എന്നുള്ളതാണ്. ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ കാര്യം, അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തൊരു കാര്യം അംഗീകരിക്കില്ല. പിന്നെ അയാൾ എന്തോ വലിയ സംഭവമാണ് പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് മറ്റുള്ളൊരു താലത്തിൽ വെച്ചുകൊണ്ട് കൊടുക്കണം. അതായത് ജിന്നയുടെ മനോഭാവമാണ്. ഈ മുഹമ്മദ് അലി ജിന്നയ്ക്ക് അങ്ങനെ സുഖം ഉണ്ടായിരുന്നു. ജിന്നയ്ക്ക് പണ്ട് മുസ്ലിം ലീഗിനോട് പരമപുച്ഛായിരുന്നു. അതായത് കോൺഗ്രസ് നെഹ്റുവും ഗാന്ധിയും ഒക്കെ വന്ന് ഇയാളെ പട്ടേലും വന്ന് ഇയാളുടെ ഒരു പ്രൊമനൻസ് നഷ്ടപ്പെട്ടതിൽ നിന്ന് ഇയാൾ ലീഗിലെത്തിയിട്ട് ഇയാൾക്ക് ജനങ്ങളോട് ഇടപഴകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇയാൾ താഴെത്തട്ടിലെ ജനങ്ങളോട് ഇയാൾക്ക് പുച്ഛായിരുന്നു. താഴെത്തട്ടിലെ ജനങ്ങൾ ഖായിദേ ഇല്ലത്ത് മാറ്റിയത് മറിച്ച് ഉടായി സ്വന്തം കുളച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വലിയ സംഭവിക്കുന്നു. ഇയാൾക്ക് അവർ കൈ കൊടുക്കാൻ പോലും മടിയായിരുന്നു, വൃത്തിയില്ലാത്ത പോലെ എന്ന് പറയും. ആ ജിന്നയുടെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് അത്ര അദ്ദേഹം കാണിച്ചിട്ടില്ല. എങ്കിൽ പോലും പല പ്രയോഗങ്ങളിലൂടെ നമുക്കത് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം, ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയുന്നത് എന്തോ വലിയ കാര്യമാണെന്നാണ്. ഇംഗ്ലീഷ് കൊണ്ട് സാഹിബിൻ്റെ ഭാഷ ആയതുകൊണ്ട് അന്ന് ജോലി ഇട്ടാൽ ഇംഗ്ലീഷ് വേണ്ടിയിരുന്നു, അത്രയേ ഉള്ളൂ. ഇന്ന് ചിലപ്പോൾ ഇൻ്റർനാഷണൽ രംഗത്തൊക്കെ പോകണ ഇംഗ്ലീഷ് ഗുണമാണ്. അതിൽ കൂടുതൽ ഇംഗ്ലീഷിന് വലിയ കാര്യമൊന്നുമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് മതി. ഇയാൾ നാട്ടുകാരെ മൊത്തം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ അതും നാട്ടുകാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകാത്തതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് അംഗീകരിക്കും. ഇംഗ്ലീഷ് 2 രീതിയിൽ ഉപയോഗിക്കാമല്ലോ. സിമ്പിളായിട്ട് ഉപയോഗിക്കാം, നാട്ടുകാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് മലയാളം അങ്ങനെ തന്നെ ഉപയോഗിക്കാമല്ലോ. ഈ സംസാരിക്കുന്നവരെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്രത്യക്ഷവാസ്തവപരമായ വൈരുദ്ധ്യങ്ങളാൽ പ്രക്ഷുബ്ധമായ കാലാന്തരത്തിന് നൈരന്ധ്യം എന്നൊക്കെ പറഞ്ഞത് ആര് ചുക്ക് മനസ്സിലാത്ത രീതിയിൽ എനിക്കും പറയാനത്, നിങ്ങൾക്ക് പറയാനത് ഇംഗ്ലീഷിലും പറയാം.
അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രഥമമായ ഉത്തരവാദിത്വം എന്താണ്? സാധാരണ ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരിന്ന് അവരുടെ ഫീലിങ്സ് അറിയുക, അതിന് പരിഹാരം കാണുക എന്നുള്ളത്. അല്ലാതെ രാവിലെ 6:45 ഫ്ലൈറ്റ് ഡൽഹിക്ക് പോവുക, വൈകുന്നേരം 8:45 ഫ്ലൈറ്റിന് വെള്ളിയാഴ്ച തിരിച്ചു വരിക, നേരെ AC കാറിൽ കയറി ഫ്ലാറ്റ് പോലല്ല. അപ്പോൾ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇംഗ്ലീഷ് എഴുതാൻ അങ്ങനെ അറിയായിരുന്നു. അവർ അതിൽ അതുപോലെ എഴുതിയാൽ പോരെ. എന്തിനായി പറയുന്നതിൻ്റെ കാറ്റ് ക്ലാസ് എന്നൊക്കെ എഴുതിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലെങ്കിൽ അതായത് നിങ്ങൾ തന്നെ ഉത്തരവാദി, വേറെ ആരും ഉത്തരവാദി. നമുക്ക് ഇത്ര ഇംഗ്ലീഷേ അറിയുള്ളൂ, നമ്മളത്രയൊക്കെ ഇംഗ്ലീഷ് അവിടെ സാധാരണക്കാരൻ അറിയുള്ളൂ, അല്ല അതിന് അത്രയും അറിയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നിങ്ങൾ എഴുതാമെന്ന്. അല്ല നിങ്ങൾ വല്ല അക്കാദമിക് ജേർണലും പോലെ എഴുത്. നമ്മളൊക്കെ എഴുതാറുണ്ട്. ഇപ്പം ലാത്തി ചാർജ് എന്ന് പറയാൻ കെയിൻഡ് എന്നാണ് എഴുതുന്നത്. ഡയലക്റ്റിക്കൽ കോൺട്രഡിക്ഷൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ പോളമിക്കൽ എന്നൊക്കെ എഴുതും. ഇത് സംഭവം ഒരേ സാധനമാണ്. ഇംഗ്ലീഷിൽ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി നാട്ടുകാരെ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് സ്വന്തം നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടി. കോൺഗ്രസ് ആയതുകൊണ്ട് സഹിക്കുന്നു. വേറെ പാർട്ടി ആയി നോക്കേണ്ടിയിരുന്നു. ഈ സോണിയും രാഹുലും തരൂരിനെ ശാസിക്കൊന്നുമില്ല. അവരുടെ രീതി അനുസരിച്ചിട്ട് ഇയാളൊരു വലിയ സാധനമാണല്ലോ, എന്തോ വലിയ സാധനം ഫീൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവർ വല്ല ഹേമന്ത് വിശ്വാസ അമ്മേനോട് പോലും രാഹുൽ ഗാന്ധി റൂഡായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി പട്ടീൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തു പോയത്. അപ്പോൾ അവരങ്ങനെ ചെയ്യില്ല. അവർ വളരെ അതിപ്പോൾ ഇന്ദിരാഗാന്ധി പോലും അവരൊക്കെ ഒരു കൾച്ചേർഡ് ഫാമിലിയിൽ വരുന്ന ആളുകളാണ്. അതൊന്നും അവരും ചെയ്യില്ല. പറയുകയാണെങ്കിൽ മാനം മര്യാദയ്ക്ക് വേണ്ടി ഈ ബിലാൽ പറയുന്ന പോലെ പറയും, പണിയും കഴിഞ്ഞ് വാപ്പാക്ക് വൈകുന്നേരത്തെ വണ്ടിക്ക് ദുബായിക്ക് പോകാനുള്ളതാണ്. ബിലാൽ അറിയാലോ, കൊച്ചി പോയ കൊച്ചിയല്ല, ബിലാൽ പോയ ബിലാൽ തന്നെയാണ്. അങ്ങനെയുള്ള അർത്ഥം കുറച്ച് ഭാഷ പറയും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇവർ ഡയലോഗ് അടിച്ചിട്ട് നമ്മളെ ഭരചന്ദ്രനെ പോലെ ആമാതിയൊന്നും അതൊന്നും പറയില്ല. അതവരുടെ രീതിയല്ല. അപ്പം തരൂര് തിരുത്തും എന്നാണോ? ഒരു തിരുത്തലുണ്ടാവില്ല. ഇങ്ങനെ തന്നെ പോകും. സാഹചര്യം കിട്ടിയാൽ ഇങ്ങോട്ടും ചാടും. പറ്റെങ്കിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കും, പക്ഷെ നടക്കില്ല. അപ്പോൾ രാഹുൽ ഈശ്വരന് മാത്രമേ കിട്ടുള്ളൂ. ആരെയും വിശ്വസിക്കണ്ട. പാർട്ടിയോട്ട് നടപടിയെടുക്കത്തില്ല. ഇങ്ങനെ പോകും. കാരണം ഇയാൾ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ തലവേദനയും മറ്റു കാര്യങ്ങളൊക്കെ ആവും. ഇയാൾ ഈ അതിപ്പോൾ തിരുവനന്തപുരത്തുള്ള സോക്കോൾഡ് ഇൻ്റലക്ച്വൽസിനൊക്കെ മനസ്സിലായി. എലീറ്റ് ക്ലാസ് ഇപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരൊക്കെ കഴിഞ്ഞ ഇലക്ഷനിൽ TP ചന്ദ്രശേഖരനോട് TP ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സപ്പോർട്ട് ചെയ്തത് രാജീവിനെയാണ്. രാജീവിന് ഇതൊരു പാടാണ്. രാജീവ് ഇന്നലെ നാളെ തിരുവനന്തപുരത്തിന് MP ആവും. രാജീവിന് ഇതൊരു പാടാണ്. MP എങ്ങനെ ആയിരിക്കരുതെന്നുണ്ട്. രാജീവിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ. രാജീവിന് എലീറ്റ് സർക്കിളിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം ശശി തരൂരിനെ കണ്ട് രാജീവിന് കുറച്ച് കാര്യങ്ങളിപ്പോൾ പഠിച്ചു വെക്കുന്ന നല്ലതായിരിക്കും. രാജീവിന് വേറെ പ്രശ്നമില്ല, ബിസിനസ് കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. പക്ഷേ എലീറ്റ് സർക്കിളാണ് രാജീവ് ജീവിക്കുന്നത്. അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ ആളുകൾക്ക് റീച്ച് ഉണ്ടാവണം. ഇയാളെ പല ആളുകൾ ഇയാളെ വിളിച്ചാൽ പോലും കിട്ടില്ല. ഇയാളെ പ്രതിഷ്ഠ പിന്നെന്താണ്, ഇയാളെ ചില ഉപഗ്രഹങ്ങളുണ്ട് സ്റ്റാഫിന്, അവരെ പീഡിപ്പിക്കണമെങ്കിൽ MP കാണാൻ കിട്ടുള്ളൂ. അതൊക്കെയാണ് നാട്ടിലത്. പിന്നെ MP പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തോ ഒരു സംബോധന രീതിയിൽ നമ്മൾ ഇങ്ങനെ മനോരമ ഉണ്ടാക്കി കൊടുത്തൊരു ഇമേജ് ഉണ്ടല്ലോ, വിഷയപകരം മറ്റേത് അവസ്ഥ. ഇയാൾ MD വാസുദേവൻ എന്ന ഒരു കാര്യം കമ്പയർ ചെയ്യുമ്പോൾ OV വിജയനൊക്കെ ശരാശരി റൈറ്ററാണ്. ഇയാൾ വലിയ വിശ്വവിഖ്യാത റൈറ്ററാണ്. വലിയ നോവൽ സമ്മാനമോ അല്ല ബുക്കർ പ്രൈസോ കിട്ടുന്നത്. അനന്തിൻ്റെ താഴെയാണ്, അരവിന്ദ് അഡിഗൻ്റെ താഴെയാണ്. ഇവിടെ വലിയ ഇതൊന്നും ഇല്ലാത്ത ഡിപ്ലോമാറ്റ് ഉണ്ടായിരുന്നു, ഡിപ്ലോമാറ്റ്സ് ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. പിന്നെ നിങ്ങൾക്കറിയില്ല, കാശ്മീരിലെ വിഷയത്തിലൊക്കെ പാർലമെൻറ്റിൽ പോയിട്ട് ഇപ്പോൾ പിള്ളേരുണ്ട്, ഈ IFS ജസ്റ്റ് പോയ പിള്ളേർ, അവരൊക്കെ അവിടെ നടന്ന പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഒന്നും ഒതുങ്ങിയിരിക്കുന്നതെല്ലാം കൊണ്ട് അവരെ നേരിടാൻ പാടാണ്. അപ്പം നമ്മൾ ഈ മൂക്കിലായത് മൂക്കൻ രാജാവ് എന്ന ഒന്നുമല്ല. ഇയാളത് വലിയ സംഭവമാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ശരിയാണ് MP എന്ന രീതിയിൽ ഇയാളൊക്കെ പോലെ അത്യാവശ്യം ഭാഷാഭാവിണ്യവും ബന്ധമൊക്കെ ഉള്ള ആളുകൾ ഡൽഹിയിലിട്ടുണ്ടെങ്കിൽ MP എന്ന രീതിയിൽ നല്ലതാണ്. പക്ഷേ നാടിന് ഗുണം ചെയ്യണം. ഇയാൾ MP ആയിട്ട് എന്ത് കാര്യമുണ്ട്? ഇയാളെ കടം കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ടല്ലോ. ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ പണ്ട് സുരേഷ് ഗോപിനെ കൊണ്ട് വന്നതാണ്. ഒരു വിഷയം ഉണ്ടവരെ ജയിലിൽ കിടന്നാൽ നേരിട്ട് ഇടപെട്ട് മോചിപ്പിക്കാൻ പറ്റും. അതിനുള്ള കണക്ഷനൊക്കെ ഉണ്ട്. ഇയാളെ സ്ഥലത്ത് പോലും പലപ്പോഴും സുരേഷ് ഗോപിയാണ് ഇടപെടുന്നത്. തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി കൃത്യമായി ചെയ്യുന്നുണ്ട്. ഒരു MP നമ്മൾ MLAക്ക് MPക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതൊക്കെയാണ്. ഭാഷയുണ്ട്, ബന്ധങ്ങളുണ്ട്. ഇയാളെ കിടന്നത് സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട്. അവന് സുരേഷ് ഗോപി അറിയും. ഇനി കോൺഗ്രസിൽ നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വരുമെന്നാ നോക്കുമോ? നടക്കില്ല. പിന്നെ സതീശൻ തന്നെ കഷ്ടപ്പെടുകയാണ്. ഇത്രയും പേരുകളുള്ള സതീശൻ തന്നെ കഷ്ടപ്പെടുക. അതാണ് അതിൻ്റെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.